നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. ISLൻ്റെ ഫിക്സർ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിപ്പാണല്ലോ ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികൾ. പക്ഷേ ആ ഫിക്സർ പ്രഖ്യാപനം ഇങ്ങനെ വൈകുകയാണ്. പ്രധാനമായിട്ടും പല ടീമുകൾക്കും ഗ്രൗണ്ടുകൾ പോലും ഇപ്പോഴും കൺഫേംഡ് അല്ല. ചില ടീമുകൾ ഞങ്ങൾ ഹോം മത്സരമേ കളിക്കുന്നില്ല, എല്ലാ മത്സരവും എവേ കളിച്ചോളാം എന്നവരെ നിലപാടിലാണ്. ഗ്രൗണ്ട് വേണ്ടേ? അതാണ് അവസ്ഥ. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ പരിതാപകരമായ അവസ്ഥ. ഇതാ മാർക്കസ് ബർഹുലാവ് ഇതുമായി ബന്ധപ്പെട്ടൊരു വിവരം നൽകുന്നുണ്ട്. AFF ISL ഫിക്സർ നടത്തുന്നതിന് വേണ്ടി, അത് പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടൊരു ബാലൻസിങ് ആക്ട് കൈക്കൊള്ളാൻ പോവുകയാണ്. കാരണം ഒരുപാട് ക്ലബ്ബുകൾ അവരുടെ വെന്യൂസുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടിലാണ്. അവർക്ക് എൻ്റയർ ഡ്യൂറേഷനിലേക്ക് ഹോം വെന്യൂ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. ചെന്നൈയിനും നോർത്ത് ഈസ്റ്റും പഞ്ചാബും ഡൽഹിയും മുംബൈയും അവർക്ക് ബ്ലാക്ക് ഔട്ട് ഡേറ്റ്സ് ഉണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഔട്ട് ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ മത്സരങ്ങൾക്ക് വേദി ലഭ്യമാവാത്ത ഡേറ്റുകൾ ഉണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒരു ക്ലാരിറ്റി ഇപ്പോൾ ഒഡീഷയുടെ കാര്യത്തിൽ ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്നാൽ മുഹമ്മദ് അൻസും അതുപോലെ ഇന്റർ കാശിയും പറയുന്നത് എല്ലാ മത്സരങ്ങളും എവേ മത്സരങ്ങൾ കളിക്കാമെന്നാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് ഹോം വെന്യൂസേ അവൈലബിൾ അല്ല എന്നർത്ഥം. അപ്പം ഇനി സംശയം വേണ്ട, ബ്ലാക്ക് ഔട്ട് ഡേറ്റ്സ് എന്നുള്ളത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അദ്ദേഹം തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. സ്റ്റേഡിയം ഈസ് നോട്ട് അവൈലബിൾ. അതായത് ഈ ക്ലബ്ബുകൾക്ക് സ്റ്റേഡിയം അവൈലബിൾ അല്ലാത്ത ദിവസങ്ങളുമുണ്ട്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം എന്താണ് എന്ന് സ്വാഭാവികമായിട്ടും മലയാളി ഫുട്ബോൾ പ്രേമികൾക്ക് ആശങ്കയുണ്ട്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ ആദ്യത്തെ കുറച്ച് നാളുകൾക്ക് ഈ ഒരു സ്റ്റേഡിയം അവൈലബിൾ അല്ല എന്നുള്ളൊരു ഇഷ്യൂ കൂടിയുണ്ട് എന്ന് ഇപ്പോൾ അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏത് ദിവസത്തേക്കായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങൾ വരിക? അത് കൊച്ചിയിലാണോ, കോഴിക്കോടാണോ, അതല്ല ഇനി പയ്യനാടാണോ? ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകളും ഇവിടെ സജീവമാണ്. വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഇന്ത്യൻ ഫുട്ബോൾ കടന്നു പോകുന്നത് എന്നർത്ഥം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ വരാം.